സഹദേവ നഗ്മ, സൂര്യ ജ്യോതിക, ഭരത് സന്ധ്യ. ഇത്രയും ഐക്കോണിക് പെയർ നമ്മൾ ഓൾറെഡി ഈ ഫ്ലോറിൽ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തൊരു ഐക്കോണിക് പെയറുമായിട്ട് മറ്റൊരു നമ്മുടെ വളരെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് വരുവാണ്. ആരാണ് വരുന്നത്? ഫ്രം മലബാർ റോയൽസ്, നയന. എന്നല്ല, ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുവെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആര്? ആ, ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാ കേറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? ശ്രീഹല്ലി പോളം വളി 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 എല്ലിന്റെ വന്തേക്കോത്തി. അത് ശരി. വഴി കുത്തിരിക്കാൻ പോവാൻ പറ്റി. പിന്നെ നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക. കാർത്തുമ്പി പോയി വഴി ചോദിക്കേ. വഴി ഞാൻ ചോദിക്കാം. പക്ഷേ എനിക്കൊരു കാര്യം വേണം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. നീക്ക് മുദ്ദു ഗവു. അതെന്തോന്നു? മുദ്ദു ഗവു. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമേളം മണിച്ചേലോലും മോലേഞ്ഞാലി. ഇനി കാത്തുമ്പി പെണ്ണാൾക്ക് താലിയും കൊണ്ടേ വായു. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. എന്നുള്ളോരം തുള്ളാൻ വാ നെയ്യാമ്പലേ, എന്നുള്ളോരം തുള്ളാൻ വാ നെയ്യാമ്പലേ, തൂമുത്താരം ചാത്താൻ വാ ചെന്താമരേ. ഇനി രാവിലൂരാകെ ആരേകി പൂരക്കാരൻ. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമേളം മണിച്ചേലോലും പോലെഞ്ഞാലി. ഇനി കാർത്തുമ്പി പെണ്ണാൾക്ക് താലിയും കൊണ്ടേ വായു. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. പെട്ടെന്ന് ഓർത്തു എന്താ ചോദിക്കേണ്ടതെന്ന്. വേഗം ചോദിച്ചോളൂ, ഇനി മറക്കുന്നതിന് മുമ്പ്. പോരുന്നോ എന്റെ കൂടെ?
അയ്യോ ആ ഒരു ഓർമ്മ വീണ്ടും കൊണ്ടുവന്നതിൽ ശരിക്കും അല്ലേ ആ ഒരു മാവൻ nostalgia. കൊമ്പത്തെന്നൊക്കെ പറയുമ്പോ അല്ലേ ആ ഒരു ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു ഫീൽ ഉണ്ടല്ലോ. ലാലേട്ടൻ ആൻഡ് ശോഭന. ഐക്കോണിക് എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഐക്കോണിക് ഒരു പേരില്ല. അപ്പൊ അതിനൊരു പ്രത്യേകമായിട്ട് നമ്മളെ ഗ്ലോബൽ മോഹൻലാൽ ഫാൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഇത് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഒരാള് മോഹൻലാൽ ഫാനാണെന്ന് ഉറപ്പാണ്. കൂടെ അഭിനയിച്ചു അനാ ഇത് വച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് ഇത് അത് തന്നെ. നയനയുടെ ലുക്ക് കാണുമ്പോഴേ നമുക്ക് ആദ്യം മനസ്സിലാവും അത്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. സിമിലർ ലൈക്ക് ശോഭന. എക്സ്പ്രഷൻ എവറിത്തിങ് ഇസ് ജസ്റ്റ് സെയിം. ആ സിനിമ കാണുന്ന ഒരു ഫീലാണ് എനിക്കും തോന്നിയത്. മോളെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. ആൻഡ് ഐ പ്രോമിസ് യു ദാറ്റ് ഐ അഷ്യൂർ യു ദാറ്റ് വൺ ഡേ യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആക്ട്രസ്. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര എനർജി, ഭയങ്കര ഒരു കിടുക്കൻ പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര കളർഫുൾ ആയിരുന്നു. ഒരു അമേസിങ് പെർഫോമൻസ് കാഴ്ചവെച്ചതിൽ ഒരുപാട് നന്ദി. ഞാൻ നന്ദി പറയണേ. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, ഇനി അടുത്ത ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച നടി കനിഹ. നയന. യെസ് മാം. ആസ് ഓൾവേസ് നയനോട് ഡാൻസ് ചെയ്ത് പരിചയപ്പെടുത്തു ആളെ. ഇത് സംറൂദാണ്. സംറൂദ് വേറൊരു റിയാലിറ്റി ഷോവിന്റെ വിന്നറാണ് ആക്ച്വലി. വിളിച്ചപ്പോൾ തന്നെ എന്നോട് സപ്പോർട്ട് ചെയ്യാൻ വന്നു. അതിന് ഒരുപാട് താങ്ക് യു. താങ്കൾ ലാലേട്ടനായി ഓൾറെഡി ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം മാം. ഫസ്റ്റ് ടൈം ആണോ? ഓ മൈ ഗോഡ്, സൂപ്പർ. യു ഡിഡ് Thank ഫുൾ you so much, ജസ്റ്റിസ്. ലാലേട്ടന്റെ വാക്കും ആ ബോഡി ലാംഗ്വേജ് ഒക്കെ നന്നായി ചെയ്തു. താങ്ക് യു മാം. നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. കാർത്തുമ്പി പോയി വഴി ചോദിക്കേ. വഴി ഞാൻ ചോദിക്കാം. ഓ. പക്ഷേ എനിക്കൊരു കാര്യം വേണം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. നേക്ക് മുദ്ദു ഗൗ. അതെന്തോന്നു? ആൻഡ് ഓവറോൾ ലൈവ്ലി, കളർഫുൾ, ഐക്കോണിക് പെയർ റൗണ്ടിന് വെച്ചപ്പോൾ ഇതാണ് വേണ്ടത് അല്ലേ? 3 കോംപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട. സിമ്പിൾ ഫുൾ ജസ്റ്റിഫിക്കേഷൻ ചെയ്തു. വെരി 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 നൈസ് പെർഫോമൻസ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഐക്കാൺ റൗണ്ട് അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻസും ഭയങ്കരமான സ്റ്റെപ്സ് ഒത്തിരി സ്റ്റൈൽ ചെയ്ത് ഏതേതോ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐക്കാൺ റൗണ്ടിക്ക് ഏത് വേണോ, ശോഭന, മോഹൻലാൽ സാർ, ലെജൻഡ് മോഹൻലാൽ സാർ, അത് മതി. ഇതിൽ ഒരു മിസ്റ്റേക്ക് ഏതാவது ഇങ്ങനെ ടിപ്സ് കൊടുക്കാം അത് ഒന്നുമില്ല. താങ്ക് യു മാസ്റ്റർ. സമൃദ്ധ ആ ക്യാരക്ടറായിട്ട് എവിടെ ഡാൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ക്യാരക്ടറായിട്ട് ചേഞ്ച് ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്ത് നയനാക്ക്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. നയന ആൾറെഡി പറഞ്ഞു ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എവിടെയും നിങ്ങൾ ശോഭന മാറിയില്ല ഹീറോയിൻ ആകെ പോറീங்கன்னு ഇപ്പോൾ ലിച്ചിയെ പറഞ്ഞിട്ടുണ്ട്. കീപ് ഗോയിങ്. ദ കോസ്റ്റ്യൂംസ് ഇതിൽ എന്താണ് എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യുന്നത്, ഏതോ പ്രോപ്പർട്ടി കോസ്റ്റ്യൂംസ് ഇതിൽ நீங்கள் എല്ലാം ഫുൾഫിൽ பண்ணுறீங்க. ஓகே, ப்ளஸ் ആണ് அது. Thank the you, property, master. the costumes, the partner, the expressions. நான் எப்படியாவது நோக்கணுண்டு. ഈ ലിറിക്സ്லாம் வரும்ல, எல்லாரும் மிஸ்டேக் ചെയ്യും ആ ടൈമിങ്ങിൽ ഡബ് ചെയ്യുന്ന മാതിരി ഇല്ല, അത് ടക്കുന്ന് അവിടെ പോകും. ஆனால் പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സൂപ്പറായിട്ട് அப்படியே ஒரு மூவி കാണാൻ എങ്ങനെയാണ് ഐക്കാൺ റൗണ്ടുக்கு ஒரு மூவி കാണാൻ ഹാപ്പി കിട്ടിയില്ല, അത് മതി. താങ്ക് യു മാസ്റ്റർ. ഭരത് ജി. எப்படி சொல்கிறதுன்னு தெரியலையே, அவ்வளோ அழகாக இருந்தது பெர்ஃபார்மன்ஸு. താങ്ക് യു സർ. Actually, you both relived the same character what it was created 90s. Yes. So ரெண்டு பேரும் அவர்லாம் அப்படியே லாலேட்டன் மாதிரியே பண்ணுறாரு அவர். அவர் கொஞ்சம் ஒரு மாதிரி, நான் ஐ ஹவ் சீன் லாட் ஆஃப் ஹிஸ் ஃபிலிம்ஸ் வேர் ஹி டான்சஸ். ஒரு மாதிரி டான்ஸ் ஆடுவார், ஒரு மாதிரி டிஃப்ரெண்ட்டாக இருக்கும். ஸோ அதே ஒரு பாடி லாங்குவேஜ், அதே மாதிரியே சோபனா மேடம் எடுத்துக்கிட்டிங்கன்னா பயங்கர ஒரு எக்ஸ்ப்ரெசிவான ஒரு ஆக்ட்ரஸ் அவங்க. ஸோ ரெண்டு பேரும் வந்துட்டு அந்த 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 ரீக்ரியேட் பண்ணுறது ரொம்ப டிஃபிகல்ட் ஆக்சுவலாக. அவங்க அந்த கேரக்டராக உள்ளே போனால் தான் யூ கேன் ரீக்ரியேட். ஆடிங் டு தட் இஸ் யோர் காஸ்டியூம்ஸ் அண்ட் யோர் அடிஷ்னல் செட் ஒர்க். ஸோ ரொம்ப அழகாக இருந்தது. இட் வாஸ் அ வெரி சிம்பிள், நான் காம்ப்ளிகேட்டட், அழகான ஒரு பியூட்டிஃபுல் பெர்ஃபார்மன்ஸ். பெர்ஃபெக்ட். இந்த ரவுண்டுக்கு கரெக்டான ஒரு சாய்ஸ். താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം എത്ര നാൾ മുമ്പ് ഉണ്ടാക്കാൻ തുടങ്ങും നിങ്ങളുടെ ടീം? ഒരു ആകെ ഒരു 2-3 ആഴ്ചയിലേ കിട്ടുള്ളൂ ഒരു ഷെഡ്യൂളിന്റെ ഇടയിൽ. 2 ദിവസം കൊണ്ട് ചെയ്തു തരും. ചെയ്തുണ്ടാവും. എല്ലാം ചെയ്ത് പേരൻസിന് അത് മതി അറിയോ?
അപ്പൊ പ്രോപ്പർട്ടി വരും, അങ്ങനെയാണ്. പ്രോപ്പർട്ടി എല്ലാം ചെയ്തു തരുന്നത് ഉത്തം എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ചേട്ടൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, എന്ത് പറഞ്ഞാലും ചെയ്തു തരും. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധ് നമ്മുടെ സൂപ്പർ ഡാൻസർ ജൂനിയറിന്റെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. ശരി. ഇപ്പൊ കുറെ പേര് പോയിട്ട് സൂപ്പർ ഡാൻസർ ജൂനിയർ സമൃദ്ധ് എന്ന് യൂട്യൂബ് ചെയ്യുന്നുണ്ടാവും. இப்போ நயனா வந்து மலபார் ராய்ஸ்ல ஐயோ எனக்கு ஜான் நினைக்கும் போது தான் அவருக்கு ஒன்றும் குழப்பமில்ல, அவருக்கு புத்திமுட்டெல்லாம் இல்லை, அவர் ஹாப்பிയാണ്, എനിക്കറിയാം. അവർക്ക് കുഴപ്പമില്ലല്ലോ, എനിക്കറിയാം. അല്ല, എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാലേ ഈ പെങ്ങന്മാരെ കെട്ടിച്ചുവിട്ട ആങ്ങളയുടെ അവസ്ഥയാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള സ്വാതന്ത്ര്യം ആ വീട്ടിലല്ല. എന്നാ ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെ നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു, അവളോട് ചോദിച്ചാലേ അങ്ങനെ പറയുള്ളൂ. കനി. Naina, my score is 9 out of 10. Thank you, ma'am. Thank you so much. മാസ്റ്റർ. ഹിഡൻ. ഓക്കെ. Thank you, master. ഭരത് 5 + 6 7 8 9. 9 out of 10. Thank you, sir. നമ്മളൊരു പോസ്റ്റ് നയന എന്ന് പറഞ്ഞെങ്കിലും നയന നോക്കി വരുന്നുണ്ടോ? அதுக்காக அது பண்ணேன். 9 அப்படின்னு பார்த்தோம்னா 9. ഇല്ല നയനില്ല. എന്തൊക്കെയായിരുന്നല്ലേ കഴിഞ്ഞ റൗണ്ടിൽ ഒരു കൊടമൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇനി തിരിച്ച് നയനയുടെ 9 + 10 ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. ലാലേട്ടനെയും ശോഭന മാമിനെ പോലെ തന്നെ സന്തോഷം. 10 ൽ 10 വാങ്ങിച്ചുകൊണ്ടിരുന്ന കുട്ടിയാ. വാങ്ങിച്ചോളും, പോകുമ്പോൾ വാങ്ങിച്ചോളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും.